അഹങ്കരിച്ചോ, നന്നായിട്ട് അഹങ്കരിച്ചോ. ഈ അഹങ്കാരമൊക്കെ നിൽക്കുന്ന ഒരു സമയം വരും. എപ്പോഴാ അറിയോ? ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല കച്ചവടമൊക്കെ ഉഷാറായി പെട്ടെന്ന് ആ ബിസിനസ് ഒക്കെ പൊട്ടി പാളീസായിട്ട് കുടുംബത്തിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ആരുടെ മുമ്പിലും വില ഇല്ലാത്തൊരു സമയം വരും. അന്ന് ഈ അഹങ്കാരമൊക്കെ പോകും. അന്ന് നമ്മൾ മനസ്സിലാവും കല്യാണം കഴിച്ചത് നന്നായോ നന്നായിട്ടില്ലേ എന്നുള്ളത്. കാരണം എന്താ അറിയോ, നമ്മൾ പൊട്ടി പാളീസായി പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളെ കൂടെ നമ്മളെ ഭാര്യമാരെ ഉണ്ടാവുള്ളൂ. ഭാര്യമാര് നമ്മളെ ബിസിനസ് ഒക്കെ നന്നാവുന്ന സമയത്ത് നമ്മളെ കൂടെ കുറെ ഫ്രണ്ട്സ്, കുറെ ലേഡീസ് ആയിട്ടും ബോയ്സ് ആയിട്ടും പലരും വരും. പല ബന്ധങ്ങളും നമുക്ക് വരും. ആ ബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഭാര്യമാര് പറയും എന്തേ, അവരെ കൂടെ അധികം നിൽക്കണ്ട കേട്ടോ, അവരെ കൂടെ അധികം തോളിലേക്കായിട്ട് നടക്കണ്ട, അവര് ചിലപ്പോൾ നിങ്ങൾക്ക് പണി തരും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതൊന്നും കേൾക്കൂല. നമ്മൾ വിചാരിക്കും ഈ ലോക വിവരം ഇല്ലാത്ത ഇവളെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവക്ക് എന്തറിയാന്നൊക്കെ ചോദിച്ചിട്ട് അവളെ നന്നായിട്ട് പുച്ഛിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരു പണി കിട്ടി പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ് പൈസ ഉള്ള സമയത്ത് തോളിലേക്കായിട്ട് നടന്നവരൊക്കെ ഇല്ലേ, അവരൊന്നും കൂടെ ഉണ്ടാവില്ല. അന്ന് ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ സങ്കടത്തിലും നിന്റെ കഷ്ടപ്പാടിലും നിന്റെ വേദനയിലും സന്തോഷത്തിലും ഒരുപോലെ നിന്റെ കൂടെ നിൽക്കുന്നത് നിന്റെ ഭാര്യ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത്, കുറച്ചെങ്കിലും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഞാൻ പറയുമ്പോ നീ പെണ്ണുങ്ങളെ മൂട് താങ്ങി നടക്കുന്നവനാണ്, നീ ഭാര്യയെ പേടിച്ച് നടക്കുന്നവനാണ്, എന്തും പറഞ്ഞോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, എന്റെ കഷ്ടപ്പാടിൽ ഞാൻ പണ്ടാരടിക്കി നിൽക്കുന്ന സമയത്ത് എന്റെ പെണ്ണുങ്ങൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു കാര്യം പറയാനുള്ളത്, ചിലതൊക്കെ നമ്മൾ ലൈഫിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയും. അതുകൊണ്ടാണ് പറയാനുള്ളത്, ഇന്ന് എന്റെ തോളിലേക്കായിട്ട് നടന്ന് പൈസ ഉള്ള സമയത്ത് തോളിലേക്കായിട്ട് നടന്ന ഒരാളില്ല. ഇന്ന് എന്റെ സമയത്ത് എന്റെ കൂടെ കഷ്ടപ്പാടിലും സങ്കടത്തിലും വിഷമത്തിലും പട്ടിണി കിടക്കാൻ പോലും എന്റെ ഭാര്യ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയാനുള്ളത്, ചില സമയത്തൊക്കെ നമ്മളെ ഭാര്യമാര് പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഒന്ന് വെച്ചേക്ക്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാല് കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ നമ്മൾ ലൈഫിൽ അനുഭവങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ആ ലൈഫിൽ ഒരു മാലാകായിട്ട് നിങ്ങളെ ഭാര്യ ഉണ്ടെങ്കിൽ ഓളെ മാറോട് ചേർത്ത് പിടിച്ചോ.